നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത്. എനിക്കൊപ്പം PA മുഹമ്മദ് റിയാസ് ചേരുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണെന്നറിയാം. ഈ ബേപ്പൂരിലെയും മൊത്തത്തിൽ LDFിൻ്റെയും ഒരു പ്രതീക്ഷ എത്രത്തോളമാണ്? അല്ല, LDFിന് അനുകൂലമാണ് സാഹചര്യം. പൊതുവെ കാണാൻ സാധിക്കുന്നത് LDFിന് അനുകൂലമായ സാഹചര്യമാണ്. തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു ബേപ്പൂരിലും മികച്ച വിജയം ഉണ്ടാവും, നല്ല മുന്നേറ്റം പൊതുവെ കാണാൻ സാധിക്കും. ഈ കേരളത്തിൽ സാധാരണഗതിയിൽ 5 വർഷത്തെ ഭരണം മാറി മാറി വരുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. 5 വർഷം ആകുമ്പോഴേക്കും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ തവണ അത് 10 വർഷം എന്ന നിലയിലേക്ക് LDF സർക്കാർ പോയി. ഇത്തവണ അത് 3ാം ടൈമിലേക്കും കടക്കുമ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ജനങ്ങൾ LDFിനെ പിന്തുടരുന്നത്? വികസനം അത് പൊതുവെ ആളുകൾ ചർച്ച ചെയ്തു. ജനക്ഷേമ പ്രവർത്തനം മുടങ്ങാതെ നടത്തി, അഴിമതി ഇല്ലാത്തത്, തമ്മിലടി ഇല്ലാത്തത്, പിന്നെ ഈ വെറുതെ കുറേ വാഗ്ദാനം നൽകലല്ല, പറഞ്ഞത് നടപ്പിലാക്കുന്ന രീതി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാർ ഒരു ധൈര്യമാകുന്നത്, മതവർഗീയ കലാപമില്ലാത്ത നാടായി കേരളം മാറിയത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ LDF ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എൻ്റെ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ഇപ്പോൾ പോളിംഗ് ദിനത്തിൽ 153 ബൂത്തിൽ നേരിട്ട് പോയ ആളാണ്. 215ഓളം ബൂത്തുണ്ട്. ഇപ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം, അത് കണ്ണുകൊണ്ടായാലും ആ പ്രതികരണമാണ് എൻ്റെ എക്സിറ്റ് പോൾ. അതിൽ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് പൊതുവെ ട്രെൻഡ് അനുകൂലമാണെന്ന്. PV അൻവറിൻ്റെ വെല്ലുവിളികളോടൊക്കെ എന്താ പറയാനുള്ളത്? അല്ല, അതിനെ ഞാൻ തിരിച്ച് വ്യക്തിപരമായി അതേ നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു വ്യക്തിപരമായ ഏറ്റുമുട്ടലല്ല. അത് തീർച്ചയായും രാഷ്ട്രീയ ആശയ ആരോഗ്യകരമായ സംവാദമാണ്. ആ നിലയിലാണ് കാണുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് PA മുഹമ്മദ് റിയാസ് ഉള്ളത്. LDF കേന്ദ്രങ്ങളും ഏതായാലും നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.